എല്ലാ ദിവസവും എടുക്കുന്ന സബ്ജക്റ്റ് അന്നു തന്നെ പഠിച്ചു പോകുന്നല്ലേ നല്ലത്. അതെ അതെ, താനൊരു നല്ല സ്റ്റുഡന്റാ. മാത്രമല്ല താനൊരല്പം പോലും വിശ്രമിക്കുന്നില്ല. ഫ്രീ ടൈം മുഴുവൻ വീട്ടില് അധ്വാനിക്കും. നേരം പോക്കിനായി ഒരു മിനിറ്റ് പോലും നീ ചെലവാക്കുന്നില്ല. എടോ, തന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം. എനിക്ക് നന്നായി പഠിച്ചേ പറ്റൂ സർ. അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? ചതിയിൽ കുടുങ്ങി അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുമല്ലേ. അമ്മയുടെ അവസ്ഥ എങ്ങനെയാ? അവർക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ? പിന്നെ ജീവിതകാലം മുഴുവനും വീട്ടുവേല ചെയ്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടി കൂടിയാ ഞാൻ പഠിക്കുന്നേ. നിന്റെ കഷ്ടകാലത്തിനെല്ലാം ഒരു അറുതി ഉണ്ടാവും ചിന്നു. ഒന്നുമില്ലെങ്കിലും തൻ്റെ സ്വഭാവത്തിനും സൗന്ദര്യത്തിനും തൻ്റെ നല്ല ഗുണത്തിനും തനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടും. ഭർത്താവിന്റെ തണലിൽ രക്ഷപ്പെടുന്നതില് നമുക്കൊരഭിമാനം ഇല്ലല്ലോ സർ. നമ്മൾ നമ്മുടെ കഴിവിൽ തന്നെ പോരാടി ജീവിതത്തിൽ വിജയിക്കണ്ടേ? സ്വന്തം അധ്വാനത്തിൽ രക്ഷപ്പെട്ടു വരുന്നതിലല്ലേ ഒരഭിമാനവും ത്രില്ലും ഒക്കെ ഉള്ളൂ. അത് വളരെ കറക്റ്റാ. തൻ്റെ ഈ നല്ല മനസ്സിന് എൻ്റെ വക ഒരു ഗിഫ്റ്റ്. എന്താ ഇത്? ഒരു ഡ്രസ്സാ. എനിക്കിതൊന്നും വേണ്ട സർ. എനിക്ക് കൊടുക്കാനുള്ള ഡ്രസ്സെല്ലാം എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാനിത് തനിക്ക് തരുന്നത് ഒരു അധ്യാപകൻ തൻ്റെ സ്റ്റുഡൻറ്റിനെ തരുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. താൻ എൻ്റെ സ്റ്റുഡൻസിൽ ഏറ്റവും മിടുക്കിയ. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിലാണ് താൻ താമസിക്കുന്നത്. ഈ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാ. ഇനിയും ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പോഴെല്ലാം താൻ തൻ്റെ ഈ പഴയ ഡ്രസ്സുകൾ അണിഞ്ഞുകൊണ്ട് വരുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഒരു സെർവന്റിന് ഇതൊക്കെ തന്നെ ധാരാളമാണ് സർ. എടോ, താൻ ഇവിടുത്തെ സർവൻറ്റ് മാത്രമല്ല, ഒരു കോളേജ് വിദ്യാർത്ഥി കൂടിയാ. അതും നിയമ വിദ്യാർത്ഥി. അതിൻ്റെതായ ഒരു മാന്യത ചില ഘട്ടങ്ങളിലെങ്കിലും താൻ കാണിക്കേണ്ടി വരും. അതിനുവേണ്ടിയാ ഞാനിത് സമ്മാനിക്കുന്നത് കരുതിയാൽ മതി. ഞാൻ തന്നെ എൻ്റെ സ്വന്തം ആളായിട്ട് കണക്കാക്കിയിട്ടാ ഈ സമ്മാനം തനിക്ക് വേണ്ടി വാങ്ങിയത്. ഇത് താൻ എൻ്റെ കയ്യിൽ നിന്നും സ്വീകരിച്ചില്ലെങ്കിൽ താൻ എന്നെ ഒരു അന്യനായിട്ട് കാണുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. താൻ എന്നെ ഒരു അന്യനായി കാണുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ഇത് വാങ്ങിക്കടോ പ്ലീസ്. ഈ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് എനിക്ക് തന്നെ കാണണം. ഞാൻ വെയിറ്റ് ചെയ്യും. പോയി ഡ്രസ്സ് ഇട്ട് നോക്ക്. പാകാവുന്നുള്ളെന്നറിയാലോ. കൊള്ളാം. ഇവന്റെ ചേട്ടനെ ഞാൻ കസ്റ്റഡിയിലാക്കി അനിയനെ വല വീശി പിടിച്ച് ഇവളും ഇവിടെ സെറ്റിൽഡ് ആവാൻ നോക്കുക. സമ്മതിക്കില്ല ഞാൻ. എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്ന ഇവളെ ഒരു കാലത്തും ഗതി പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല.